രണ്ട് തരത്തിലുള്ള മെഷർമെൻറ്റ് ജാറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി. അത് പറഞ്ഞാൽ കോണിക്കൽ ഷേപ്പും പിന്നെ സിലിണ്ടർ ടൈപ്പും. അത് സിലിണ്ടർ ടൈപ്പാണ് നല്ലത്. കോണിക്കൽ ടൈപ്പ് ഉപയോഗിക്കുന്ന നമുക്ക് കാലിബ്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും. സിലിണ്ടർ ടൈപ്പിൽ അതിന് ത്രൂ ഔട്ട് ഡയമീറ്റർ സെയിം ആയിരിക്കും. അപ്പോൾ എന്നാൽ കോണിക്കൽ ടൈപ്പിന് മുകളിൽ ഒരു ഡയമീറ്റർ കൂടുതലും താഴെ ഡയമീറ്റർ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കാലിബ്രേഷൻ ഡിഫിക്കൽട്ടായിരിക്കും. ഇനി അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കാണണം. അത് πd²/4 ആണ് ഇക്വേഷൻ. പിന്നെ എല്ലാ അളവുകളും സെൻറ്റിമീറ്ററിലാണ് എടുക്കേണ്ടത്. എന്നാലാണ് നമ്മൾക്ക് ഇതിൻ്റെ വോളിയം സെൻറ്റിമീറ്റർ ക്യൂബിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. അപ്പോൾ അതൊന്ന് മൈൻഡിലിരിക്കാൻ നല്ലതായിരിക്കും. ഇനി അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ ഒരു ഇൻസൈഡ് കാലിപ്പർ ഉപയോഗിക്കുക. എന്നിട്ട് അതിന് ശേഷം അതൊരു സ്കെയിലിൽ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഡയ 4.77 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കാണാം. അതിൻ്റെ π × d² എന്ന് വെച്ചാൽ 4.77² / 4. അത് 17.87 ആണ് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. അത് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഇനി അതിൻ്റെ വോളിയം, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ × ഹൈറ്റ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഇനി വോളിയം കിട്ടും. വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വോളിയം വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 500 ml ആണ് നമുക്ക് വേണ്ട വോളിയം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 500 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഉള്ളത് 500 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നമ്മളത് എഴുതണം. അതാണ് നമുക്ക് വി കിട്ടിയിട്ടുണ്ട്, എയും കിട്ടിയിട്ടുണ്ട്. ഇനി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v/a ആണ് എച്ച്. നമ്മുടെ വി എന്ന് പറഞ്ഞത് 500 സെൻറ്റിമീറ്റർ ക്യൂബ് / a എന്ന് പറഞ്ഞാൽ 17.87 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ആൻസർ വരിക 28 ആയിരിക്കും. 28 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അത് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം. അത് ഇങ്ങനെ മെഷർമെൻറ്റ് ചെയ്ത് അതിൽ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിന് സെൻറ്റിമീറ്റർ ക്യൂബ് ന്യൂമറേറ്ററിലും സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിനോമിനേറ്ററിലും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ വരും. അതാണ് ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ ആയിട്ട് ആൻസറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി 250 ml ഇതുപോലെ 250 / 17.87. അത് നമ്മൾ ഉപയോഗിക്കുന്ന ജാറിൻ്റെ ഡയമീറ്റർ ആണ് 4.